ഇതാ വരുന്നുണ്ട്, ഒന്ന് നോക്കിക്കോളൂ. ആ വരുന്ന ആളാണ്. അദ്ദേഹം പലതും പറയുകയൊക്കെ ചെയ്യും, നിങ്ങളൊന്നും വിചാരിക്കൊന്നും വേണ്ട കേട്ടോ. ആള് ഭയങ്കര ആക്ടറാണ്, ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. അപ്പോൾ നമുക്ക് പുള്ളിക്കാരെ കുറിച്ചുള്ള വിശേഷങ്ങളൊക്കെ ഒന്ന് അറിയാം. ഞാൻ എന്തായാലും ചെറുതായിട്ടൊന്നും മാറിക്കാം, നിങ്ങൾ കണ്ടുനോക്കൂ. ആളിൻ്റെ ഒരു ആക്ഷൻ, നല്ല കഴിവുള്ള മനുഷ്യനാണെന്നുള്ളത് ഒരു തർക്കമില്ലാത്ത വിഷയമാണ്. ഓക്കെ, ഞാൻ ആട് തോമ. ഇത് എന്റെ പുത്തൻ റൈഫാൻ ഗ്ലാസ്. ഇതിനെ തൊട്ടവന്റെ കഴിഞ്ഞാൽ നടക്കും. അതാണ് തോമ. ആടിന്റെ ചെങ്കിൽ ചോറ് കുടിക്കുന്നവരാണ് തോമ. ബെല്ലാരാജ അല്ലടേ നിന്റെ എല്ലുകൾ ഊരാൻ വന്നത്. നിന്റെ എല്ലൂർ രാജ പുള്ളിയല്ലേ ഞാൻ പറഞ്ഞത്, ആള് മോശക്കാരനല്ലാന്ന്. ഹായ്, ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതൊന്നല്ല കേട്ടോ, ഒരുപാട് അഭിനയ ചക്രവർത്തി, കുലപതി, പ്രതിഭ, എന്ത് വേണമെങ്കിലും പറയാം. അടുത്തൊന്ന് കണ്ടു നോക്കും നിങ്ങൾ, നമ്മുടെ JCBയുടെ. നിന്നെ കൊല്ലില്ല, നിന്റെ കൈ ഒരു കൈയായിട്ട് നീ ജീവിക്കണം. എന്നാലും AJP അഭിനയ എനിക്ക് ജീവിക്കണം ലോകത്ത്. നീ കൈ ഒറ്റയ്ക്കായിട്ട് കൊന്നിട്ട് പോടാ. പിന്നെ വേറൊരു കാര്യം പ്രത്യേകിച്ച് പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ AJP ബിരുദാനന്തര ബിരുദം മറ്റേ ഇതൊക്കെ എടുത്തുള്ള ആളാണ് കേട്ടോ, പിന്നെ വിദ്യാഭ്യാസത്തില്. അപ്പൊ അതുകൊണ്ട് പുള്ളിക്കാരൻ ഇംഗ്ലീഷ് പറയുന്നത് നിങ്ങൾ കേട്ടില്ല എന്നുണ്ടെങ്കിൽ അതും കൂടെ നിങ്ങളൊന്ന് കേൾക്കണം. ആദ്യം നമുക്ക് പുള്ളിക്കാരന്റെ അപ്പന്റെ ഇംഗ്ലീഷ് കേൾക്കാം. അപ്പൊ അപ്പൻ ഇങ്ങനെയാണെങ്കിൽ മകൻ എങ്ങനെ ആവുന്നുള്ളത് നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി. ജസ്റ്റ് ഒന്ന് കേട്ടു നോക്കൂ. ഓക്കെ. Rectangle. What is this? My guardian was educated man. ട്രാക്ടർ 10th plus 2 degree. BA Degree, okay, BA. Study time. Study is a English language study. Malayalam medium. I didn't know. Malayalam medium. My boy. ബിരുദാനന്തര ബിരുദാണ്. പഠിക്കണേ, ഞാൻ പറയുമ്പോ നന്നായിട്ട് പഠിക്കണം. ഇങ്ങനെ പഠിച്ചാലാണ് ഇങ്ങനെ ഇംഗ്ലീഷ് പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? വെറുതെ നമ്മൾ ഈ ഒട്ടും കടലിൽ നിന്നണമാതിരി ഇങ്ങനെ അത് മാത്രം നിന്നൊരു കാര്യമൊന്നുമില്ല. നല്ലോണം പഠിക്കണം. എന്താണ് ജോസ് പഠിച്ചേ? ഞാൻ പഠിച്ച BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. ആണോ? ഓക്കെ, നമുക്ക് ഇംഗ്ലീഷിൽ ഒരു പാട്ട് കേട്ടാലോ? ഇംഗ്ലീഷിൽ ഒരു പാട്ട്. ഇംഗ്ലീഷിലാ? ടൈറ്റാനിക്കിലെ പാട്ട് അറിയില്ല. ഏത് പാട്ട് അറിയുമെന്ന്? ഇംഗ്ലീഷ് ആണെങ്കിൽ ഇപ്പൊ നേഴ്സറിൽ പഠിച്ച പാട്ടൊന്നും പാടാം. Johnny, Johnny as Papa, eating sugar, no Papa, telling lies, no Papa, how it always so happy. പിന്നെ അഭിനയ ചക്രവർത്തി അല്ലേനും കുലപതി. ഇത്ര ആൾക്കാരാണ് പുള്ളിക്കാരൻ. മാനേജറൊക്കെ ഉണ്ടായി. പാലിൻ ജോസ് പരേരാണ്. അപ്പോ ആർക്കെങ്കിലും ബർത്ത്ഡേ വിഷയോ കല്യാണ വിഷയോ എന്തെങ്കിലും വേണമെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യുക. അപ്പോ എൻക്വയറികള് കറക്റ്റായിട്ട് ചില ആൾക്കാർ ചെയ്യുന്നില്ല. അപ്പൊ അത് കണ്ടു. അപ്പോ ബർത്ത്ഡേ വിഷയം, കല്യാണ വിഷയം, മാമോദീസ വിഷയം, വെഡിങ് ആനിവേഴ്സറി വിഷയം എന്തെങ്കിലുമൊക്കെ വേണ്ടവര് എന്റെ നമ്പറിലേക്ക്, നമ്മുടെ മാനേജറൊക്കെ ഉണ്ട്, നിങ്ങൾ ആ മാനേജറുടെ നമ്പറിലൊക്കെ ഒന്ന് കോണ്ടാക്ട് ചെയ്തിട്ട് പുള്ളിക്കാരുടെ ഡേറ്റ് ഒക്കെ വാങ്ങാൻ എന്തെങ്കിലുമൊക്കെ പരിപാടികളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ. പിന്നെ നമ്മുടെ ദിലീപിന്റെ ഒക്കെ നല്ലൊരു ആക്ഷൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ അത് ഇതിൽ പച്ചക്കുതിര എന്ന സിനിമ എല്ലാവരും കണ്ടാണ്. ആ സിനിമയിലെ ഒരു രംഗം, രണ്ട് കഥാപാത്രം ദിലീപേട്ട അവതരിപ്പിച്ചു. അപ്പൊ പച്ചക്കുതിര സിനിമയിൽ നമ്മള് കണ്ട രണ്ട് കഥാപാത്രം, വ്യത്യസ്തമായ കഥാപാത്രം ഞാൻ ചെയ്യാം. കഴിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് കേട്ടോ, പക്ക കഴിവാണ്. നമ്മൾ ഇങ്ങനത്തെ ആളുകളെ വളർത്തിക്കൊണ്ടുവരണം. പക്ഷെ ചില ഊച്ചാളികൾ അവന് ഊക്കാണ്, അത് ഒരു ഒന്നാം തരം ഊക്കാണ്. അപ്പൊ അതൊന്നും അത്ര ഒരു ശരിയായ കാര്യമൊന്നുമല്ല, എനിക്കതേ പറയാനുള്ളൂ. പിന്നെ നമ്മളെ ഇതില് ഇന്റർവ്യൂലൊക്കെ പോയിട്ട് ഇരുന്നിട്ട് പുള്ളിക്കാരൻ ഇന്റർവ്യൂ ഒക്കെ ചെയ്തിട്ടുണ്ട് കുറെ ആളുകൾ. അപ്പൊ നമുക്ക് ഇന്റർവ്യൂ ഒക്കെ ഇടയ്ക്കൊന്ന് നിങ്ങൾ കാണണം കേട്ടോ. ഒന്ന് ഭയങ്കര രസമാണ്. ഞാൻ പറഞ്ഞത് ഭയങ്കര രസമാണ് സംഭവം. ഒന്ന് കണ്ടു നോക്കി നിങ്ങള്. ഇപ്പൊ ഈ കല്യാണത്തിനൊക്കെ പോകുമ്പോ എത്ര രൂപ മേടിക്കുന്നത്? ഞാൻ നിലവിലൊരു 10K മുതൽ 20K 25K ഒക്കെ മേടിച്ചു. ബാംഗ്ലൂരൊക്കെ ആണെങ്കിൽ 50K അങ്ങനെയൊക്കെ. 50K കിട്ടിയിട്ടുണ്ടോ?
50K കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടുണ്ട്. എവിടുന്ന്? അതിങ്ങനെ പൈസ വെച്ച വായ്പ കൊടുക്കും. അതല്ല ഞാൻ ചോദിച്ചത്, എവിടുന്ന് കിട്ടിയത് 50K? തിരുവനന്തപുരത്ത് പോയപ്പോ 50Kയോ? ആ തിരുവനന്തപുരത്ത് എവിടെ? നമ്മള് മാനേജർമാർക്ക് പൈസ എനിക്ക് അത് കാണിക്കാൻ പറ്റില്ല. അതല്ല ഞാൻ ചോദിച്ചത്, 50K ഒരു കല്യാണത്തിന് വേണ്ടി കിട്ടിയിട്ടുണ്ടോ? ആ കിട്ടും. സത്യം പറ, 50K കിട്ടിയിട്ടുണ്ടോ? 50K 25K. 25K. എടാ ഒറ്റയ്ക്ക് 25,000 നിന്നല്ല ചെയ്യണറിയോ? അപ്പൊ മാക്സിമം എത്ര കിട്ടും? 25K കൈ കിട്ടിയിട്ടുണ്ട് ഒരു കല്യാണത്തിന് പോയിട്ട്. കയ്യിലെന്ന് പറയാൻ ഒരു മറ്റേ നീ വീണ്ടും കുറേ അങ്ങനെയല്ല കുറയില്ല. നമ്മള് ഈ കാറിൽ പോകുമ്പോ കാറിന്റെ ക്യാറോ? കാറ്. നമ്മള് അശ്വിന്റെ കാറിൽ പോകണം. അപ്പൊ അതിന്റെ അശ്വിന് നല്ല ചാർജാ. അപ്പൊ ആ ചാർജ് അവന് ഭയങ്കര ചാർജാണോ? ആ അതെന്താ? ആ ഇന്റർവ്യൂ സമയത്ത് ഇംഗ്ലീഷില് നമുക്കൊരു പാട്ട് പാടുക അറിഞ്ഞു. ആ ഇംഗ്ലീഷിലെ പാട്ട് ഒരു 1.5 പാട്ടാണ്. അവതാരികളോ കിളി പോയി എന്നുള്ള. Johnny, Johnny, as papa, eating sugar, no papa, telling lies, no papa, how it our ഞാനിത് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത് ഇത് ഇവന്റെ വീഡിയോസ് ഇങ്ങനെ കുറെ കാണാറുണ്ട്. പക്ഷെ കാണുന്ന സമയത്ത് ഭയങ്കര രസമായിട്ട് തോന്നും. അതിൽ നമ്മളെ പിന്നെ ഇവൻ ചെയ്തിട്ടുണ്ട്. എന്താണ് നമ്മളെ ടിക്ടോക്കിലും ഇൻസ്റ്റയിലൊക്കെ ഉള്ള ഫൈസും ഇല്ലേ, ഫൈസും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് 1-2 വീഡിയോസ്. കുറെ ചിരിച്ചു ഞാനത് കണ്ടിട്ട്. നിങ്ങളൊന്ന് കണ്ടോക്കാം വീഡിയോസ്. കൂലിക്കാളെ വിടുമ്പോൾ മെഡിക്കന്മാരെ വിടണം. അല്ലെങ്കിൽ ഉണ്ടല്ല എന്റെ തല്ലുകൊണ്ടൊരു മെഴുകും. ആളെ കൂലി പിടിക്കാൻ പോലെ ഏത് കൂലി മേടിക്കണ കാറ്റ് ആത്മാ ഞാൻ ഇതിലെ പോകുമ്പോ ചിലരുടെ ഒരു തുപ്പുണ്ടല്ലോ, അത് വേണ്ട. തുപ്പിയാ ബോസ് മേടിക്കണ്ട കൊടുത്തോണ്ട് ഓന്റെ ഒരു തുപ്പി. ഇന്നാളെ ഞാൻ ഒരടി അടിച്ചോളൂ. നീ അടിച്ചു കഴിഞ്ഞാൽ പല്ലിന് 32 താഴെയുള്ളൂ അതല്ല. ഇത് പോവാ പിന്നെ ഇന്നൊന്നും പറയും ഞാനങ്ങ് പോവും. പിന്നെ ഇമാരൊന്നും അടിച്ചിറക്കിയപ്പോ പോവില്ല. കറക്റ്റാണ്. ഞാൻ കണ്ടു, നല്ല രസമുണ്ട്. സ്റ്റാറിങ് ഇപ്പുറത്താട്ടാ. സംഭവം നമുക്ക് അതേപോലെയൊക്കെ ചെയ്യാം. നന്നായിട്ട് എഡിറ്റ് ചെയ്യാനൊക്കെ കഴിവുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ രസകരമായിട്ടുള്ള വീഡിയോസ് ഒക്കെ ചെയ്യാം. കണ്ടിരിക്കാൻ രസമാണ്. പൈസ നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ ഓരോ ഊളകൾ ചോദിക്കുക, ഒന്നിനത്രം പോകുന്നില്ല ചെങ്ങായി, പണിയെടുത്ത് ജീവിച്ചൂടെ? ഇത് പണി തന്നെയല്ലേ? ഇതൊക്കെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ജോബാണോ നമ്മുടെ AJP ചെയ്യുന്നത്? അതിനും കഴിവ് വേണം വൈറലാവാൻ. അതിനിടയ്ക്ക് എന്തോ ഒരു വിഷയത്തിന്റെ പേരിൽ ആരോ ഒരാൾ പിടിച്ച് നന്നായിട്ട് താങ്ങുന്നുണ്ട് കേട്ടോ. അതൊന്നും ഞാൻ കാണിച്ചുതരാം. ഇവിടെ പുള്ളിക്കാരനെ ഒരു നിഷ്കളങ്കനായിട്ടാണ് തോന്നുന്നത്. ആള് പാവം. എല്ലാവരും വെച്ചിട്ട് അവരവരുടെ ചാനൽ റിച്ച് ആക്കുകയാണ് പുള്ളിക്കാരനെ വെച്ചിട്ട്. അത് അറിയുന്നില്ല പാവത്തിന്. അനാവശ്യമായിട്ട് കേസിനെ പറ്റി പറയണോ? ട്രാൻസ്ജെൻഡറിന്റെ കേസിനെ പറ്റി പറഞ്ഞാൽ നമ്മൾ കോമഡി കളിക്കും എന്നും പറഞ്ഞ് നമ്മുടെ ഇന്റർവ്യൂല് കയറിത്താൻ ഉണ്ടാക്കുന്നില്ല. എന്തിന്റെ പേരിലാണെന്ന് വെച്ചാൽ എനിക്കറിയില്ല. അതുപോലെ വൈറലായ 1-2 വീഡിയോസ് ഉണ്ട്. കല്യാണം കഴിഞ്ഞ മാതിരി വരുന്നതും കല്യാണം കഴിഞ്ഞിട്ടില്ല, അത് വെറുതെ ഷൂട്ടിന് വേണ്ടി ചെയ്താണെന്നൊക്കെ പറയുന്നതൊക്കെ. ആളെന്തായാലും ഫുൾ ടൈം ഇൻസ്റ്റയിലും സിനിമാ ഫീൽഡിലും ആളുകളുടെ പിന്നാലെയാണ്. അപ്പോ ഒരു രക്ഷയില്ല. ഇനി ആരെന്നെ വിചാരിച്ചാലും പുള്ളിക്കാരനെ അവിടുന്ന് പിന്മാറ്റാൻ കഴിയില്ല. അത് സത്യമാണ്. അപ്പോൾ നിങ്ങൾ പുള്ളിക്കാരുടെ വീഡിയോസ് ഒക്കെ ഒന്ന് കാണാണെച്ചാല് ഇടയ്ക്കൊക്കെ നമുക്കൊന്ന് മനസ്സറിഞ്ഞ് ചിരിക്കാൻ പറ്റും. ഓക്കെ. അതുപോലെ നമ്മളെ ആറാട്ടനുണ്ട്. ആറാട്ടനോട് നമുക്കൊന്ന് ചോദിച്ചോക്കാം. ആറാട്ടന് നമ്മളെ പെരേരനെ കുറിച്ചിട്ട് എന്താണ് പറയാനുള്ളത് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. ആരാട്ടനാ, നമ്മുടെ AJP കുറിച്ചിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അതൊന്ന് പറ. നിങ്ങളെ ഒരു സൂപ്പർ സ്റ്റാർ ആണല്ലോ. നിങ്ങൾ സോഷ്യൽ മീഡിയ ഒക്കെ കംപ്ലീറ്റ് വൈറലായി നിൽക്കുന്ന ഒരു താരമായതുകൊണ്ട് തന്നെ ആരാട്ടന, എന്താണ് നിങ്ങൾക്ക് നമ്മുടെ AJP കുറിച്ചിട്ട് പറയാനുള്ളത്? ഒന്ന് പറഞ്ഞു തരുമോ? ഒന്ന് കേൾക്കാൻ വേണ്ടിയിട്ടാണ്. അലൻ ജോസ് പെരേര കൊണ്ട് സമൂഹത്തിന് എന്ത് ഗുണം? ഒരു ബഫൂർ. എന്ത് കോൺട്രിബ്യൂഷനാണ് അലൻ ജോസ് പെരേര മലയാളികൾക്ക് വേണ്ടി ചെയ്യുന്നത്? എന്താണ് ഇങ്ങോട്ട് ഗുണമുള്ളത്? ഓ, അപ്പൊ ഇതാണ് ഇപ്പൊ നിങ്ങളെ അഭിപ്രായം അല്ലേ? അത് മോശമായി ആറാട്ടണ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നിങ്ങളൊക്കെ വളർത്തി വലുതാക്കിയ ആളുകളല്ലേ ഞങ്ങളൊക്കെ. ഞങ്ങളെ പോലത്തെ പ്രേക്ഷകരാണല്ലോ.
പിന്നെ നമ്മൾ AJBനെ കുറിച്ചിട്ട് അങ്ങനെ പറഞ്ഞത് വളരെ മോശമായി. പക്ഷെ നിങ്ങൾ രണ്ടാളും പാടെ ഒരുമിച്ച് കൈയൊക്കെ പിടിച്ച് പുറത്ത് നടന്നു വരുന്ന പല വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. നിങ്ങളും 10,000K, മറ്റവനും 10,000K, 25,000K, 50,000K ഒക്കെ ഓരോ പരിപാടിക്ക് പോയാൽ വാങ്ങുന്നൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. പക്ഷെ ഇങ്ങനെ പറഞ്ഞത് മോശമായിട്ടോ, പാടില്ല. ചതിയാണ്, ചതി, കൊടും ചതി. കൂടെ അഭിനയം എന്താണെന്ന് പഠിച്ചിറങ്ങിയതാണ് ഞാൻ. അപ്പൊ എനിക്ക് നല്ല ഫൈറ്റ് എനിക്ക് പേടി, അതുകൊണ്ടാണ് നമ്മൾ ചെയ്യാം. ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ അവൻ ചത്തു. ഏത് കഴിക്കാം കാരണം ഞാൻ ഒരു അഭിനയിച്ചാണ് വന്നപ്പോൾ ഫൈറ്റ് ചെയ്യാൻ വന്നപ്പോ എന്റെ മനസ്സുകൊണ്ട് ശാന്തമായതാണ്. കാരണം ക്യാമറ ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടാതെ ഇപ്പോൾ പുതിയ ഓപ്ഷനായിട്ടുള്ള ഹൈപ്പ് ഉണ്ടല്ലോ, ആ ഹൈപ്പും കൂടെ ഒന്ന് ചെയ്യാൻ മറക്കരുത്.